ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സത്യദാസിൻ്റെ കണ്ണ് പരിശോധിച്ചിരിക്കുകയാണ്. ഇനി ആ ചാർട്ടിലിരിക്കുന്നൊന്ന് വായിച്ചേ എന്നും ആ ഡോക്ടർ സത്യദാസിനോട് പറയുക. അയ്യോ, എനിക്കിതിലുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ മോളെ. അയ്യോയ്യോ ഷോ, ഓ അങ്കിളിന് കാണാൻ പറ്റുന്നില്ല ഡോക്ടറെ, ഇനിയിപ്പോൾ എന്തു ചെയ്യും? എനിക്കത് മനസ്സിലായി, അതുകൊണ്ടേ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷനോ എന്നും സത്യദാസ് ഇങ്ങനെ. അതെ, കണ്ണ് ഓപ്പറേഷൻ ചെയ്യണം. ഈ വൃത്തികെട്ട കണ്ണ് മാറ്റി വെച്ച് നമുക്ക് നല്ലൊരു കണ്ണ് വയ്ക്കാം, എന്താ പോരെ? അത് കേട്ടതും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യലൊന്നും നടക്കില്ല എന്നാ ആദ്യം എന്നെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് വേണോ ഡോക്ടറെ? വേണം. എന്തായാലും അങ്കിളുടെ കണ്ണിന് കാഴ്ച കിട്ടുന്ന കാര്യം ചെയ്തേ പറ്റൂ എന്നും നമ്മുടെ ഗോവിന്ദ്. അത് കേട്ടതും ശരി, എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് കാഴ്ച കിട്ടിയാൽ മതി. കാഴ്ച കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഡോക്ടർ പിന്നെ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴേക്കും ബ്ലഡ് ടെസ്റ്റും ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ എടുക്കണം. എന്തായാലും കണ്ണിൽ മരുന്നൊഴിച്ചിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് എടുത്തോ എന്നും ഡോക്ടർ പറയാം. ബ്ലഡ് ടെസ്റ്റ് എടുക്കണോ? ഈശ്വരന് ഷുഗർ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എന്നാൽ ശരി കണ്ണേട്ടാ, എന്തായാലും സത്യദാസ് അങ്കിളെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കണ്ണേട്ടൻ കൂട്ടിക്കൊണ്ടുപോയിക്കോ. ഞാനേ എൻ്റെ കൂട്ടുകാരിയോട് കുറച്ചേരം സംസാരിച്ചിട്ട് വരാം. ശരി ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭാസ്കരനെ കൂട്ടി അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ ഗീതു, എടി എന്തായാലും നന്നായി നിൻ്റെ അഭിനയം. അതെനിക്കറിയാലോ, ഞാനൊരു അഭിനേത്രിയല്ലേ എന്നും ഗീതു. ഇത് കേട്ടതും നീ അഭിനയിച്ച് തകർക്കുമ്പോൾ എൻ്റെ ഭാഗത്തൊന്നും മോശമാക്കാൻ പാടില്ലല്ലോ. നിൻ്റെ അഭിനയം ഒട്ടും മോശമല്ലായിരുന്നു. അല്ലടി, ഈ കുഴപ്പമില്ലാത്ത കണ്ണിന് ഓപ്പറേഷനൊക്കെ ചെയ്താലേ എൻ്റെ ഡോക്ടറിൻ്റെ ജോലിയിൽ തന്നെ അത് ബാധിക്കും. അതെനിക്കറിയാം. പക്ഷേ നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാൻ നോക്കിക്കോളാം നിന്നെ. പിന്നെ എൻ്റെ കമ്പനിയിൽ നിന്നെ ഞാൻ എൻ്റെ PA ആക്കിക്കോളാം, എന്താ പോരെ? അതെ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ച് ഈ ഡോക്ടറായതേ PA വേഷത്തിലിരിക്കാനാണോ? സാരില്ലടി, എന്നെ ഒന്ന് സഹായിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദുഷ്ടന്മാർക്ക് ഇത്തിരി പണി കൊടുക്കാൻ ദൈവങ്ങളെ കൂട്ടുപിടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതു ഭയങ്കര ത്രില്ലോടെ ഇങ്ങനെ ഇരിക്കുക. എന്തായാലും അയാൾക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല, അതെനിക്കറിയാലോ. കണ്ണിനൊരു കുഴപ്പമില്ല എന്ന് എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ നീ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പൊളിച്ചെടുക്കാതിരുന്നത്. അയാളുടെ ബ്ലഡ് എടുക്കാൻ ഇതല്ലേ നമുക്കൊരു വഴിയുള്ളൂ. അതെ, എന്നാലേ ഞാൻ അയാളുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കണം, എവിടെയും പോരുതേ. ശരിയടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചിട്ട് ഗീതു വെളിയിലേക്ക് വരിക. വെളിയിൽ വന്നപ്പോൾ ഒരു സ്വാമി അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആ സ്വാമിയുടെ കണ്ണിൽ മരുന്നിട്ടുകൊണ്ടിരിക്കുക. സിസ്റ്റർ, ഇദ്ദേഹത്തെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ട് നല്ല പരിചയം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുമ്പോൾ ചെമ്പകശ്ശേരിയിൽ വെച്ച് അന്ന് ചെമ്പകശ്ശേരിയിൽ വിജയലക്ഷ്മി അമ്മ എന്നെ വിളിച്ചപ്പോൾ അവിടെ പൂജ ചെയ്യാനായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ അയാൾ എഴുന്നേറ്റ് വന്നു. മോൾക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി സ്വാമി, ചെമ്പകശ്ശേരിയിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. സ്വാമിക്ക് വിജയലക്ഷ്മി അമ്മയെ പരിചയമുണ്ടല്ലേ നേരത്തെ? പിന്നെ ആദ്യകാലം മുതലേ പരിചയമുണ്ട് മോളെ. എനിക്ക് സ്വാമിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മോളെ? വിജയലക്ഷ്മി അമ്മ അല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ കുറച്ച് നേരം ഉണ്ടാവും, ഞാനത് കണ്ണേട്ടനുമായിട്ട് ഒന്ന് ചോദിക്കാം. ശരി മോളെ, ഞാൻ കുറച്ച് സമയം ഉണ്ടാവും, ഞാൻ പോകും, മരുന്നൊഴിച്ചിട്ട് പോകും. പിന്നെ തിമിരം പിടിച്ചേ ഓപ്പറേഷൻ ചെയ്യാനുള്ള ടെസ്റ്റുകളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ ഉടനെ ഞാൻ പോകും. പേടിക്കണ്ടങ്ങളെ, ഞാൻ അപ്പോഴത്തേക്കും കണ്ണേട്ടനുമായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് വരിക. ഗോവിന്ദ് വന്നതും ഗീതുവിനോട്, അതെ എന്താ പറ്റിയേ, എന്താ ആലോചിക്കുന്നേ? കണ്ണേട്ടാ, ഈ സ്വാമിയെ കണ്ണേട്ടന് ഓർമ്മയുണ്ടോ? അത് കേട്ടതും ഓർമ്മയുണ്ട്, ചെമ്പകശ്ശേരിയിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന സ്വാമിയായത്. ആണല്ലോ, അമ്മയ്ക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഈ സ്വാമിക്ക് അമ്മയെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അത് കേട്ടതും അത് ശരിയാണല്ലോ, എന്നാൽ പിന്നെ അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കാം. ചെമ്പകശ്ശേരിയിൽ നിന്നും അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ എവിടേക്കാണ് പോയത്, എന്തിനാണ് പോയത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ എന്നും പറയണം. അത് കേട്ടതും അത് ശരിയാ, അങ്ങനെ അന്വേഷിച്ചാൽ ചെമ്പകശ്ശേരിയെയും ഞങ്ങളെയും എന്നെയും എൻ്റെ അച്ഛനെയും ഉപേക്ഷിച്ച് അമ്മ എന്തിനാ പോയെന്നുള്ള കാര്യം ഈ സ്വാമിക്ക് അറിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദും ഗീതും കൂടി നേരെ അങ്ങോട്ട് ചെല്ലുക. സ്വാമി, എന്താ ഗോവിന്ദേ പറഞ്ഞോ എന്നൊക്കെ പറയണം. സ്വാമി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എന്താ മകനെ, ചോദിച്ചോ? അല്ല സ്വാമി, അന്ന് എൻ്റെ അമ്മ ചെമ്പകശ്ശേരി വിട്ടു പോയില്ലേ, ആദ്യകാലം മുതലേ സ്വാമി എൻ്റെ അമ്മയോടൊപ്പം ഉണ്ടായതല്ലേ?
എൻ്റെ അമ്മ എവിടേക്കാണ് പോയെന്ന് സ്വാമിക്ക് വല്ലതും അറിയോ? ഏയ് ഇല്ല, അമ്മയുമായിട്ട് പരിചയമുണ്ട്, അമ്മ എന്നെ വിളിക്കും, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അത് പെൺകുഞ്ഞാണെങ്കിൽ എൻ്റെ രേഖയുടെ പേരും രാധികയുടെ ദീയും കൂടെ ചേർത്ത് രാധൂന്ന് വിളിക്കും ഞാൻ. അത് കേട്ടതും അങ്ങനെ തീരുമാനിക്കൊന്നും വേണ്ട വരണേട്ടാ. ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിലോ? ആൺകുഞ്ഞാണെങ്കിൽ ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് പേര്? ബാസി. നമുക്ക് ബാസി എന്ന് വിളിക്കാം. ബാസിയോ? അതെ, ബാസി. നല്ല പേരല്ലേ ബാസി? അത് കാട്ടുവാസിനെ പോലെ ഉണ്ട്. എന്താ വരണേട്ടാ ഇത്? നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പേരിടാൻ പോകുന്നത്? എൻ്റെ കുഞ്ഞിനെ ബാസിന്നും കൂസിന്നൊന്നും വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ നല്ലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം രഞ്ജുവും കാഞ്ചനയും അത് കണ്ട് അങ്ങോട്ട് വരിക. പ്രിയമുണ്ടപ്പം. എന്തായാലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുത്തശ്ശൻ്റെ പേരാണ് ആൺകുഞ്ഞിനിടേണ്ടത്, മുത്തശ്ശിയുടെ പേര് പെൺകുഞ്ഞിന്. അപ്പം പിന്നെ എന്തായാലും വരുണേട്ടൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ രാധികാമ്മ പറയുമല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ ആ പേരിട്ടാൽ പോരെ? അത് കേട്ടതും അത് അയ്യോ, അതെങ്ങനെ ശരിയാവും പ്രിയ? വരുണേട്ടൻ്റെ അച്ഛനാരാന്ന് വരുണേട്ടനെ അറിയില്ലല്ലോ, പേരും അറിയില്ലല്ലോ. രാധികാമ്മ പറയുന്നുമില്ല. അതെ, അത് ശരിയാ. അമ്മയ്ക്ക് എൻ്റെ അച്ഛനോട് ദേഷ്യം പ്രിയ. അത് കേട്ടതും അതെങ്ങനെ ശരിയാവും? ദേഷ്യം കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? ഇതൊക്കെ തെറ്റാണ് വരുണേട്ടാ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഭർത്താവിനോട് അങ്ങനെ ദേഷ്യം കയറേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയെ. എൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം ഏത് വഴി വരുമെന്ന് പറയാൻ പറ്റില്ല. ദേഷ്യം തലയ്ക്ക് കയറി പെരുത്ത് അമ്മ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്നെ അടിക്കുക പോലും ചെയ്യും. അതുകൊണ്ട് ഞാനതിനെപ്പറ്റി ചോദിക്കാറുമില്ല. പിന്നെ ഒരു ഫോട്ടോ പോലും ഇല്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ എന്താ ഈ പറയുന്നേ? ഇങ്ങനെയൊക്കെ സംസാരിക്കണ്ട, രാധികാമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നും കാഞ്ചന. അത് കേട്ടതും നിർത്തിക്കോളണം ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന സോറി രാധിക അതെന്താ അമ്മേ എന്നും നമ്മുടെ പ്രിയ. എന്തൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്? എനിക്ക് ആദ്യ ഭർത്താവ് രണ്ടാം ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഒരേ ഒരു ഭർത്താവേ ഉള്ളൂ, അത് അറയ്ക്കൽ മാധവൻ നായർ മാത്രമാണ്. അതെങ്ങനെ ശരിയാവും? അമ്മയ്ക്ക് വേറൊരു ഭർത്താവും കൂടി ഇല്ലേ? അതുകൊണ്ടല്ലേ വരുണേട്ടനുണ്ടായത്. മാമി സൊല്ലുങ്ക മാമി, മാമിയോടെ ഭർത്താവിനോട് പേരെന്നാ എന്നും കാഞ്ചന. ഞാൻ കാഞ്ചന എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള തരം താഴ്ന്ന സംസാരമൊന്നും ഈ വീട്ടിൽ സംസാരിക്കരുതെന്ന്. അറയ്ക്കൽ മാധവൻ നായരുടെ ഭാര്യയായ രാധിക അറയ്ക്കൽ മാധവൻ നായരുടെ മാത്രം ഭാര്യയാണ്. എൻ്റെ മനസ്സിലും അറയ്ക്കൽ മാധവൻ നായർക്കല്ലാതെ മറ്റൊരുത്തനും സ്ഥാനവും ഇല്ല. മനസ്സിലായല്ലോ? ഇനി ആ പേരും പറഞ്ഞ് എന്നെ കളിയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ എല്ലാവരെയും ഞാൻ ശരിയാക്കും. എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ഞാൻ പുറത്തെറിയും. അമ്മേ അതല്ല, എനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുവാണെങ്കിൽ എന്ത് പേരിടണമെന്ന് വരുണേട്ടൻ ചോദിച്ചു. എന്ത് പേരിടണമെന്ന് ഞാൻ വരുണേട്ടനോട് ചോദിച്ചു. വരുണേട്ടൻ പറയാ ബാസി എന്ന് വിളിക്കാമെന്ന്. അങ്ങനെ ശരിയാവും അമ്മേ? ബാസി എന്നൊക്കെയുള്ള പേര് എന്തൊരു പേര്? ഈ കാട്ടുവാസികളെ വിളിക്കുന്ന പോലെ ബാസി. എൻ്റെ കുഞ്ഞെന്താ കാട്ടുവാസിയാണോ? അത് കേട്ടതും നമ്മുടെ പ്രിയയ്ക്കും രഞ്ജുവിനും കാഞ്ചനയ്ക്കൊക്കെ ചിരി വരിക. അതൊന്നും എനിക്കറിയില്ല എന്ന് കരുതി നീ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെയും രണ്ടാം ഭർത്താവിൻ്റെയും പേരന്വേഷിച്ച് നടക്കുവാണോ രേഖ? ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഇവരാ പറഞ്ഞത് വരുണേട്ടൻ്റെ അച്ഛൻ്റെ പേരിടണമെന്ന്. അത് ശരിയല്ലേ? പ്രിയയ്ക്കൊരു കുഞ്ഞ് ജനിച്ചു, അത് ആൺകുഞ്ഞ്. അതുകൊണ്ട് അതിൻ്റെ മുത്തശ്ശൻ്റെ പേരിട്ടു മാധവൻ നായരെന്ന്. പക്ഷേ വരുണേട്ടന് കുഞ്ഞ് ജനിക്കുമ്പോൾ വരുണേട്ടൻ്റെ അച്ഛൻ മാധവൻ അച്ഛനല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറയാം. നിർത്തിക്കോ, ഇതോടുകൂടെ നിർത്തിക്കൊള്ളാം ഈ വീട്ടിലെ ഈ ചർച്ച. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി അറയ്ക്കൽ മാധവൻ നായരല്ലാതെ മറ്റൊരു ഭർത്താവും എനിക്കില്ല. അതുമാത്രമല്ല, ഈ പെൺകൊന്തനായ ഗോവിന്ദ് ഗീതു എന്ത് തോന്നിയമാസം കാണിച്ചാലും പറഞ്ഞാലും അത് കേട്ട് നിൽക്കുന്നുണ്ടെന്ന് കരുതി ഞാനങ്ങനെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. എൻ്റെ സ്വഭാവം അറിയാലോ. ഈ രാധികയുടെ മറ്റൊരു മുഖം കണ്ടിട്ടില്ല നീയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്ന് ഭയങ്കര ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് ഗീതുവും ഗോവിന്ദും ഭാസ്കരനും അവിടെ വന്ന് നിൽക്കുവാണ്. ഗോവിന്ദ് ഇപ്പോൾ ഒരു പെൺകോന്തനായി മാറിയിരിക്കുക. അതുപോലെ നിങ്ങൾ അവളെന്നെ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ ഈ രാധിക ആരാണെന്ന് ഞാൻ കാണിച്ചു തരും, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അപ്പൻ്റെ കണ്ണേട്ട പെൺകോന്തനാണെന്ന് രാധികാമ്മ പറഞ്ഞു അല്ലേ എന്നും പറഞ്ഞൊരു ശബ്ദം. അത് കേട്ടതും രാധിക ഞെട്ടലോടുകൂടെ നിൽക്കുവാണ്. പിടിക്കപ്പെട്ട അവസ്ഥയിൽ ഭാസ്കരനും. അപ്പോൾ നമ്മുടെ രാധിക ഞെട്ടലോടെ നിൽക്കുന്നുണ്ട്. ഗോവിന്ദനും കലി കയറുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഭാസ്കരൻ്റെ എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ നമ്മുടെ ഗീതുവും ഗോവിന്ദും
പുറപ്പെടാൻ ഒരുങ്ങുകയാണ് ആ കാട്ട് പ്രദേശത്തിലേക്ക്. അവിടെ പുതിയ കഥകളും പുതിയ ഭാവങ്ങളും പുതിയ രൂപങ്ങളുമായിട്ട് ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ ട്വിസ്റ്റാണ്. ആരും മിസ് ചെയ്യരുത്. മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. വിജയലക്ഷ്മിയുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതൊക്കെ വിജയലക്ഷ്മി എന്നോട് പറയുമോ മോനെ എന്നും ചോദിക്കുകയാണ് സ്വാമി. അല്ല എന്നാലും അമ്മ എവിടേക്കാണ് പോയെന്ന് അങ്കിളിന് അറിയാൻ പറ്റുമല്ലോ. പിന്നെ എങ്ങനെയാണ് അങ്കിളും അമ്മയും കൂടെ ഇത്രയും വർഷമായിട്ട് പഴക്കം വിടാത്തത്? അത് കേട്ടതും അത് പിന്നെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുമായിരുന്നു വിജയലക്ഷ്മി ഒരു കല്യാണം കഴിഞ്ഞെന്നും തനിക്കൊരു കുഞ്ഞ് ജനിച്ചുവെന്നും അതിൻ്റെ ജാതകം കുറിക്കണമെന്നൊക്കെ പറയാനാണ് അന്ന് എന്നെ വിളിച്ചത്. പിന്നെ ഭർത്താവ് ഒരു സംഗീതജ്ഞനാണെന്നും പറഞ്ഞു. സംഗീതം അറിയുന്ന ഒരാളെ തന്നെയാണ് കെട്ടിയതെന്നും പിന്നെ വിജയലക്ഷ്മിയുടെ ഗുരുവാണ് വാടകയ്ക്ക് താമസിക്കാനുള്ള വീടൊക്കെ ഏർപ്പാടാക്കി കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും ആ ഗുരുവിൻ്റെ പേര് വല്ല ഓർമ്മയുണ്ടോ സ്വാമി? അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഇത്രയേ എനിക്കറിയൂ. അത് കേട്ടതും ഗീതു ആകെ ടെൻഷനായിട്ട് നിൽക്കുമോ. കണ്ണേട്ടാ, അമ്മ ഇത്രയും കാര്യങ്ങൾ ഈ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗുരു ആരാണെന്നോ ഭർത്താവിൻ്റെ പേരെന്താണെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും കണ്ണേട്ടാ? സ്വാമി, അമ്മ താമസിച്ച ആ സ്ഥലത്തിൻ്റെ പേരൊന്ന് പറയാമോ? അത് കേട്ടതും സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് സ്വാമി പോയി കഴിഞ്ഞതും എന്നാലും ആ ഗുരുവിൻ്റെ പേരെന്തായിരിക്കും? ആ ഗുരു ആരാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മ എവിടെയാണ് താമസിച്ചെന്നും അമ്മയുടെ ജീവിത ചരിത്രവും ഒക്കെ അറിയാൻ പറ്റും. അമ്മ എന്തിനാ ചെമ്പകശ്ശേരി വിട്ടു പോയെന്നും ഞങ്ങൾ ഉപേക്ഷിച്ചെന്നും ഒക്കെ അറിയാൻ പറ്റും. എവിടെയായിരിക്കും എന്തായിരിക്കും ആ പേര്? അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കാണെങ്കിൽ അത്ര ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഗോവിന്ദൻ്റെ സൈഡിൽ വന്നൊന്ന് ഗീതു. എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ആ ജ്യോത്സ്യൻ അമ്മയെക്കുറിച്ച് തന്ന ക്ലൂകളൊക്കെ കൊള്ളാം. ഇനി എന്തായാലും അമ്മയുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം, കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തു നിൽക്കുക. രാമനാഥ ഗീതു കിട്ടി. എന്ത് കിട്ടി? രാമനാഥ സ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സത്യമാണ് കണ്ടിട്ട് പറയുന്നത്? അതെ, സത്യമാണ്. എൻ്റെ അമ്മയുടെ ഗുരുവായിരുന്നത് അദ്ദേഹം. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട അമ്മയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? എൻ്റെ ഗീതു, ഗുരു എന്ന് പറയുമ്പോൾ അമ്മയുടെ എല്ലാ കാര്യവും അമ്മ ഗുരുവിനോട് പറഞ്ഞു കാണും. എന്തായാലും നമുക്ക് ഇത് വീണ് കിട്ടിയൊരവസരമാണ്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മളിതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. എനിക്ക് നല്ല ആശ്വാസമായി. എന്തായാലും ആ രാമനാഥ സ്വാമിയുടെ പേര് കിട്ടിയല്ലോ. ഇനി ആ സ്വാമിയെ പോയി കണ്ട് എൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ആ നാട്ടിലേക്ക് പോകണം, എൻ്റെ അമ്മ താമസിച്ച ആ നാട്ടിലേക്ക്. നമുക്കങ്ങോട്ട് പോവാം. അല്ല എങ്ങനെ പോകും കണ്ണേട്ടാ എന്നും ചോദിക്കണം. അത് പിന്നെ ബിസിനസ് ടൂറാണെന്ന് പറയാം. രാധിക അമ്മയോട് ഞാൻ പറഞ്ഞോളാം. അയ്യോ അത് വേണ്ട, അന്ന് തന്നെ ഹണിമൂൺ പോകണമെന്ന് പറഞ്ഞ് ബിസിനസ് ടൂർ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് എല്ലാം കുളമായില്ലേ കണ്ണേട്ടാ. അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ അത് രാധിക അമ്മയ്ക്ക് സംശയം തോന്നും. പിന്നെ എന്ത് ചെയ്യും ഗീതു? നമുക്ക് നോക്കാം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ, വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗോവിന്ദ് നിൽക്കുവാണേ. സമയമാണെങ്കിൽ നമ്മുടെ ഗീതു ഒരു ഐഡിയ, നമ്മൾക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്ന് പറയാം. അത് വേണ്ട, ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ കുറേ ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുള്ളതല്ലേ. അത് ശരിയാണല്ലോ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബിസിനസ് ടൂർ പോയപ്പോൾ പറഞ്ഞതുപോലെ പറയാം. ഞാനും കുറേ പേരുടെ കൂടെ ഹണിമൂൺ ട്രിപ്പ് പോയിട്ടുണ്ടല്ലോ. ഹണിമൂൺ ട്രിപ്പോ? ആരുടെ കൂടെയാണ് ഹണിമൂൺ ട്രിപ്പ് പോയത്? മര്യാദയ്ക്ക് സത്യം പറയാൻ, ആരുടെ കൂടെയാണ് പോയതെന്ന്. അത് കേട്ടതും അത് പിന്നെ ഹണിമൂൺ ട്രിപ്പ് അല്ല ഗീതു, ബിസിനസ് ടൂർ എന്നാണ് പറയാൻ വന്നത്. ഹണിമൂൺ ട്രിപ്പ് എന്നായിപ്പോയി. ഇല്ല, നിങ്ങൾ കള്ളം പറയുക, സത്യമായിട്ടും പറ, ആരുടെയൊക്കെ കൂടെ പോയി? എൻ്റെ ഈശ്വരൻ, ഞാനൊരു അബദ്ധത്തിൽ പറഞ്ഞു പോയതാ, നീ എന്നോട് ക്ഷമിക്കുക ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ക്ഷമയൊക്കെ ചോദിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗീതു, അതെ ക്ഷമയൊന്നും ചോദിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ, എനിക്ക് എൻ്റെ കണ്ണേട്ടിന് വിശ്വാസമാണ് എന്നൊക്കെ പറയാം. എന്നിട്ടാണ് നീ എന്നെ കുരങ്ങളിപ്പിച്ചത്. എന്നാൽ പിന്നെ നമ്മൾ അവിടേക്ക് പോകുന്നു, എന്നിട്ട് അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നു, അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം തിരിച്ചു വരുന്നു. വിജയലക്ഷ്മി അമ്മ നിരപരാധിയാണെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. എന്താ പോരെ? മതി, ഇത്രയും മതി. അപ്പോൾ ഭാസ്കരൻ, അപ്പോൾ വിജയലക്ഷ്മിയുടെ ചരിത്രങ്ങൾ അന്വേഷിക്കാനും രഞ്ജുവിൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാനും നിങ്ങൾ പോകുന്ന ഈ പോക്ക് അവസാന പോക്കായിരിക്കും. ഇതാണ് ഭാസ്കരന് പിടിമുറുക്കാനുള്ള അടുത്ത ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരന് ഭയങ്കര ത്രില്ലോടുകൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക.
ഈ സമയമാണെങ്കിൽ പിന്നീട് അറയ്ക്കലിലാണ് കാണിക്കുന്നത്. രേഖ അവിടെ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും വരുൺ രേഖ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് രേഖയെ കവിളിണയിൽ കുങ്കുമമോ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി രേഖയെടുത്ത് വട്ടം കറക്കി ചേർത്ത് പിടിക്കുക. അയ്യേ അങ്ങോട്ട് മാറി നിൽക്ക് മനുഷ്യ, നാണോ ഇല്ലല്ലോ നിങ്ങൾക്ക് എന്നും രേഖയുടെ ചോദ്യം. ഞാനെന്തിനാ നാണിക്കുന്നത്? എൻ്റെ ഭാര്യയല്ലാതെ ഞാൻ പിന്നെ ആരെ കൊഞ്ചിക്കാനാ? അത് കേട്ടതും ഞാൻ അതല്ല പറഞ്ഞത്. ഇത്രയും നല്ലൊരു പാട്ട് ഇത്രയും വൃത്തികെട്ട സ്വരത്തിൽ പാടിയാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ദേ ആ പാട്ട് എന്ത് രസമാണ്, ആ പാട്ട് ഇങ്ങനെ അലമ്പാക്കരുത് എന്നും രേഖ പറയുക. അത് കേട്ടതും അയ്യോടാ അത് കൊള്ളാമല്ലോ, എന്തായാലും ഇത് ശരിയായില്ല. ദേ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ